അതെയല്ലോ, കിട്ടി കിട്ടി. പക്ഷെ കിട്ടിയത് എന്താണെന്ന് അറിയണ്ടേ? പണി കിട്ടി. എന്ത് പണിയാന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ എനിക്ക് ഓർഡർ കിട്ടി, ഞാനിത് കൊറിയർ അയച്ചു കൊടുക്കുകയാണ് സംഭവം എന്നൊക്കെ. പക്ഷെ സംഭവം അങ്ങനെയല്ല. ഇതെനിക്കൊരു പണിയാണ്. പക്ഷേ ആ പണി എന്ന് പറയുന്നത് 2 രീതിയിൽ പറയാം കേട്ടോ. അതെന്താ നിങ്ങൾക്ക് വീഡിയോൻ്റെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് മനസ്സിലാവും. അത്യാവശ്യം നല്ല ദൂരെയൊക്കെ യാത്ര ചെയ്ത് സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിൽ വന്നു. പിറ്റേ ദിവസം ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോഴാണ് 4 പീസ് ഡാമേജ് ആയത് എൻ്റെ കണ്ണിൽ പെട്ടത്. ബൾക്കായി എടുത്തതുകൊണ്ട് തന്നെ അവിടുന്ന് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അങ്ങനെ അവർ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു DTDCയിൽ കൊറിയർ അയച്ചോളാം, സാധനം മാറ്റി തരാം. അങ്ങനെ കൊറിയർ അയക്കാൻ വന്ന സംഭവമാണ് കേട്ടോ നിങ്ങളിത് കാണുന്നത്. ഇടിവെട്ടിവിനെ പാമ്പ് കടിച്ചെന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലേ. പക്ഷേ എനിക്കിവിടെ ഇടിവെട്ടിവിന് ലോട്ടറി അടിച്ച അവസ്ഥയായിരുന്നു കേട്ടോ. ഞാനിവിടെ വന്നപ്പോൾ DTDCയിൽ ഉണ്ടായിരുന്ന ഏച്ചിക്ക് അതിലൊരു പീസ് ഭയങ്കര ഇഷ്ടമായി. എന്നോട് ഇതെന്താ സംഭവം കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാനെല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആ പീസ് ഉണ്ടാവോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ഇത് തിരിച്ചു വരും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനിക്ക് തന്നെ ഈ പീസ് തരണം എന്ന് പറഞ്ഞ് കോൺടാക്ട് നമ്പറൊക്കെ തന്നായിരുന്നു കേട്ടോ. രണ്ടാമത്തെ പണി ഈ പേജും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുന്നേ എനിക്കൊരു ഓർഡർ കിട്ടിയതാണ് കേട്ടോ. അത് ഭയങ്കര സന്തോഷമായി. അപ്പോൾ നമുക്കൊരു സങ്കടത്തിന് ശേഷം സന്തോഷം ഉണ്ടാകുമെന്ന് പറയുന്നത് വെറുതെ ഒന്നല്ല. നിങ്ങൾ എൻ്റെ ഈ ചെറിയ യാത്രയിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണം കേട്ടോ.